മാസത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. ഞാൻ ഈ കപ്പിലാണ്, ആ നീല കപ്പിലാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ അളവിനാണ് ഞാൻ ക്യാരറ്റും എടുക്കുന്നത്. പിന്നെ ചെറിയ ചുവന്ന കപ്പിലാണ് പഞ്ചസാര എടുക്കുന്നത്. അത് ഞാൻ പഞ്ചസാര കാരമല്ലിയായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അത് കശുവണ്ടിപ്പരിപ്പ്, ഇത് ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നതാണ്, ഡ്രൈ ഫ്രൂട്ട്സാണ്. അത് ബേക്കിംഗ് സോഡയാണത്, ഇത് ബേക്കിംഗ് പൗഡർ. 2 മുട്ടയാണ് എടുക്കുന്നത്. വാനില എസൻസ്, ബേക്കിംഗ് സോഡ. അരിപ്പയ്ക്കകത്തേക്ക് മൈദ അരിക്കുകയാണ്. ഒരു കപ്പ് മൈദ. ആ 1 കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആ സ്പൂണിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിക്കണം. ഇതെല്ലാം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം അരിക്കാൻ. അന്നേരം നല്ല പോലെ ജോയിച്ച് കിട്ടും. അത് നന്നായി അരിച്ചെടുക്കണം. ഈ ബേക്കിംഗ് സോഡയുടെ കട്ട അതിനകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനതിങ്ങനെ പൊടിച്ച് ഇതാകുന്നത്. ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും കട്ട കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി നന്നായി യോജിപ്പിക്കുകയാണത്. നന്നായി യോജിപ്പിക്കണം. നല്ലോണം കൈകൊണ്ട് യോജിപ്പിക്കാവുന്നേ ഉള്ളൂ. അത് നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് വയ്ക്കാം. ഞാൻ കാരമൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഒരുപാടൊന്നും ഇടുന്നില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ കണക്കാക്കിയേ പഞ്ചസാര ഇടുന്നുള്ളൂ. കാരമൽ കൂടുതലായി കഴിഞ്ഞാൽ മധുരവും കൂടും, മാത്രവുമല്ല കളറ് ഇതാകുകയും ചെയ്യും. അപ്പോൾ ക്യാരറ്റിൻ്റേതായ ആ കളർ തന്നെ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് കാരമൽ ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാരമലായി വരും. അല്ലാതെ ഇങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ടിരുന്ന് തന്നെത്താൻ ചൂടായി വരുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് വേറൊരു കളറായിട്ടാണ് വരുന്നത്. അങ്ങനെ സമ്മതിക്കരുത്. ഇങ്ങനെ തന്നെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഉരുകി വന്ന് കാരമൽ റെഡിയായി വരുന്നതാണ് നല്ലത്. നന്നായി കാരമലായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ഒരു ക്യാരറ്റിൻ്റെ കളർ തന്നെ അതിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് അലിയിച്ചെടുക്കാം.
നല്ല പോലെ അരിയണം, എല്ലാം നന്നായി അലിഞ്ഞു വരണം. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് അതിനകത്ത് കിടന്നിട്ട് നന്നായി വെന്തിട്ട് നല്ല വിളയിച്ചെടുക്കുക ചെയ്യുന്ന ക്യാരറ്റ്. കാരമലിനകത്ത് കിടന്നിട്ട് വിളയിച്ചെടുക്കുക ചെയ്യേണ്ടത്. നന്നായി വിളയിച്ചെടുക്കണം അത്. നമുക്ക് ബട്ടർ പേപ്പറാണിത്. ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ മോൾ ഭാഗം വെച്ച് അളവ് വെച്ച് മുറിക്കണം. അങ്ങനെ മുറിക്കുകയാണെങ്കിൽ നമുക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ചുകൂടെ കയറി നിൽക്കും. അപ്പോൾ ഒരു കാരണവശാലും പാത്രത്തിൽ മാവിൻ്റെ അംശം പോലും പറ്റത്തില്ല. നന്നായി ഇതായിട്ട് ഇതേപോലെ തന്നെ ഇതിനകവും ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ബട്ടർ വെച്ചിട്ട് നന്നായി ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എട്ട് ഇഞ്ച് ഉള്ള ഒരു ബേക്കിംഗ് ട്രേ ആണിത്. 8 ഇഞ്ചുണ്ട് ബേക്കിംഗ് ടിന്നിന്. നന്നായി ഗ്രീസ് ചെയ്യണം. നന്നായി ഗ്രീസ് ചെയ്തിരുന്നാൽ ഒട്ടും ഒന്നും കരിയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നന്നായി വരും. അതുകൊണ്ട് ആ ബട്ടർ പേപ്പർ നമ്മൾ അങ്ങനെ വെച്ചതുകൊണ്ട്, അങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗം അളവ് വെച്ച് മുറിച്ചത് കൊണ്ടാണ് അങ്ങനെ കയറി നിൽക്കുന്നത്. എല്ലാ സൈഡിലും ഒരേപോലെ കയറി നിൽക്കും. അങ്ങനെ വെച്ച് അത് നന്നായി നിൽക്കും. അത് കാരണം ഇനി നമുക്കതിൻ്റെ ചുറ്റളവിലും നമുക്ക് നന്നായിട്ട് ഇത് വയ്ക്കാം. ഇതും ഗ്രീസ് ചെയ്ത് നല്ലപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം വേണം അതും ചെയ്യാൻ. ബട്ടർ പേപ്പർ കൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതങ്ങനെ തന്നെ വെക്കണം, എങ്കിലേ മറ്റേത് നല്ലപോലെ നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ചാഞ്ഞിങ്ങനെ നിൽക്കും. ഇതിനിപ്പം നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ കറക്റ്റായി വരും. നല്ലപോലെ വിളയിച്ച് നല്ല കറക്റ്റായി വിളഞ്ഞ് നല്ല പാകമായി വന്നിട്ടുണ്ട് ക്യാരറ്റ്. കണ്ടോ? അതൊക്കെ നല്ലപോലെ പറ്റി വൃത്തിയായി. യാതൊരു വെള്ളമയം ഒന്നുമില്ല അതിനകത്ത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നന്നായി തണുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതിലിട്ടത് ജാതിക്കയാണ് ആദ്യം ഇട്ടത്. ഗ്രാമ്പു, ഏലക്കയുടെ 2-3 മണികൾ, കറുകപ്പട്ട 1 ഇഞ്ചിന് കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. അത്രയും സാധനം, അതായത് ജാതിക്ക, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, ഇത് 4 സാധനമാണ് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടേക്കുന്നത്. അത് പഞ്ചസാരയിലേക്ക് ഇട്ട് പൊടിക്കാം. അത് വേറെ ആയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് അതിലേക്കിട്ടങ്ങ് പൊടിക്കാൻ പറ്റും. നന്നായി പൊടിച്ചെടുക്കണം. ഉണ്ടോ? നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ കൂടെ തന്നെ ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, ജാതിക്ക എല്ലാം നന്നായി പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ നല്ല പൊടിഞ്ഞ് പഞ്ചസാരയ്ക്കകത്ത് പൊടിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം. രണ്ട് മുട്ട മതി അതിന്. നമ്മൾ 1 കപ്പാണ് മൈദപ്പൊടി എടുക്കുന്നത്. 1 കപ്പ് ക്യാരറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൈദ എടുത്ത അതേ കപ്പിന് തന്നെയാണ് ക്യാരറ്റും എടുക്കേണ്ടത്.
മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മൾ വെള്ളയും ഇതും തിരിക്കുന്നില്ല. കാരണം ക്യാരറ്റ് കേക്കിന് അങ്ങനെ രണ്ടായിട്ട് തിരിച്ചുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒന്നായിട്ട് തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. നന്നായി പതഞ്ഞ് വരണം. നന്നായി തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഓയിലൊഴിക്കാം. 3/4 കപ്പ് ഓയിലാണ് ആ കപ്പിന് ഞാൻ ഒഴിക്കുന്നത്. 3/4 കപ്പ് ഓയിൽ. ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3/4 ടീസ്പൂണാണ് നമ്മൾ വാനില എസൻസ് ചേർത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ മതി. ഒരുപാടായാലും അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. കണ്ടമാനം ഒരു കുത്തൽ പോലെ വരും. അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഉണ്ടോ, നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ 1-ലിട്ടിട്ടാണ്, പിന്നെ നമ്മൾ 2-ലിട്ടു, പിന്നെ നമ്മൾ 3-ലിട്ടാണ് പതപ്പിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് നന്നായി വടിച്ചൊഴിക്കാം. ഇതിന് പഞ്ചസാര നമ്മൾ പഞ്ചസാര പൊടിച്ചതും അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യല്ല, നമ്മൾ ആ ഇത് കൊണ്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. പഞ്ചസാര, ഗ്രാമ്പു, കറുകപ്പട്ട, ജാതിക്ക, ഏലയ്ക്ക എന്നീ സാധനങ്ങളാണ് ഇതിനകത്തിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ആ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചിട്ട് ആണ് ഇത് ചേർത്തിരിക്കുന്നത്. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ജാതിക്കയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല്. വാനില എസൻസിൻ്റെയും ഇതെല്ലാം കൂടെ കൂടി നിന്നപ്പോൾ മുട്ടയുടെ ഒന്നും ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഇത് നന്നായി ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് ഇളക്കുക. ഇളകി വരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെയും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിച്ച് വരുന്ന സമയത്ത് നന്നായി ഇളക്കി ബാക്കി മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് പാൽ. കപ്പെന്ന് ഉദ്ദേശിക്കുന്ന വലിയ കപ്പല്ല, ഈ ടീ കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൻ്റെ. അതായത് 200 മില്ലി കൊള്ളുന്ന കപ്പിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഒരു 100 മില്ലി പാലാണ് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കുക. നന്നായി ഒരുവിധം നന്നായി തന്നെ ഇളകി എല്ലാം ഇതൊക്കെ മാറിയിട്ടുണ്ട്. വളരെ ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണത്. കാരമൽ സിറപ്പിനകത്തിട്ട് വിളയിച്ച് വെച്ചിരിക്കുന്നതാണത്. കാരമൽ നമ്മൾ സിറപ്പാക്കിയെടുത്തു. ആ സിറപ്പിനകത്തേക്കാണ് നമ്മൾ ഇതിട്ട്
ക്യാരറ്റ് ചേർത്തത്. ക്യാരറ്റ് ചേർത്ത് ക്യാരറ്റ് നല്ലപോലെ വിളയിച്ചെടുത്തു. ആ ക്യാരറ്റ് നല്ലപോലെ തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളകണം. എങ്ങും കട്ട കുത്തി കിടക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. പാത്രം ഒരു ദോശക്കല്ല് അടിയിൽ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ വെച്ചിരിക്കുകയാണത്. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ട്രേയിലേക്ക്, കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്കാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. അത് ഫുള്ളും നന്നായി ഒഴിച്ചു കൊടുക്കണം. എല്ലാം എടുക്കണം. നമ്മൾ നല്ല ഇതിലായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പം നമുക്കത് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടത് ഫുള്ളും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഒന്നും പാത്രത്തിൽ വെച്ച് കളയണ്ട. ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ വെച്ച് ഇനി ഈ പാത്രം നല്ലപോലെ ടാപ്പ് ചെയ്ത് ഇവിടെ എയർ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. എല്ലാവരും അതിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 45 മിനിറ്റ് വെക്ക് ചെയ്യണം. 45 മിനിറ്റ് വെക്ക് ചെയ്യണം. ഞാൻ അടച്ചിരിക്കുന്ന അതിനൊരു ഹോളുണ്ട് ആ അടപ്പിന്. ഇപ്പം ഞാൻ ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഫ്രൂട്ട്സ് ഇടുന്നത്. അതല്ലെങ്കിൽ അതങ്ങ് താണു പോകും. ഇത് 15 മിനിറ്റിന് ശേഷം ഫ്രൂട്ട്സ് ഇടുമ്പോൾ ഞാൻ അത് അധികം കണ്ടമാനം താണു പോകത്തില്ല. എന്നാൽ ഇത് സെൻട്രലായി കിടക്കുകയും ചെയ്യും. ഞാനിട്ടേക്കുന്നത് ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, ഇത് എല്ലാം കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഫ്രൂട്ട്സൊന്നും ഞാൻ ചേർക്കുന്നില്ല. അത് ഫ്രൂട്ട്സ് നമ്മൾക്ക് ക്യാരറ്റ് ആണ് മെയിൻ. ക്യാരറ്റിൻ്റെ കേക്കാണ് മെയിൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ അതങ്ങ് കണ്ടമാനം ആ ഫ്രൂട്ട്സിൻ്റെ മാത്രം ടേസ്റ്റായി പോകും. 40 മിനിറ്റ് 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഇത് ഞാൻ ഇടകലർത്തി ഇത് മുകളിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. സ്മെല്ല് വരുന്നുണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ വന്നിട്ടാണോ പറയുന്നില്ലയോ. നല്ല സ്മെല്ലാണ്. അതായത് വാനില എസൻസിൻ്റെതും മുട്ട ചെന്ന് വാനില എസൻസ് ഇതെല്ലാം കൂടി ഒരു ബേക്കറിയുടെ അടുത്തെത്തിയ സ്മെല്ലാണ് ഇപ്പോഴും വരുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിനകത്ത് നമ്മൾ അധികം കണ്ടമാനം കെമിക്കൽസുകളൊന്നുമില്ല. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതും വലിയ കേടുള്ള സാധനങ്ങളൊന്നുമല്ല. നമ്മൾ ആകെ 45 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. 45 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴേ ഇത് ഓഫാക്കാം. നമുക്ക് നമ്മൾ ഒന്നും സംശയിക്കാനില്ല, കറക്റ്റായി വരികയും ചെയ്യും. അടി കരിഞ്ഞ് പോകുമൊന്നുമില്ല. ആ പാത്രത്തിന് ഒരു ഹോളുണ്ടാകുകൊണ്ട് ആ വെള്ള കളറിൽ കാണുന്നത്. അവിടെ ഞാനൊരു തിരി വെച്ചിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ അത് ഞാനിങ്ങനെ നേരത്തെ ഞാനത് പറയാൻ നോക്കിയതാണ്. കണ്ടോ 45 മിനിറ്റ് കറക്റ്റായി. ഒരു ശകലം പോലും പറ്റുന്നില്ല. നല്ല ക്ലീനായിട്ട് വെന്ത് നന്നായിട്ടുണ്ട്. ഒരു പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നന്നായിരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും എനിക്ക്
സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഞാൻ ഈ ചെറുതായിട്ട് ചെയ്യുന്ന എനിക്ക് ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ചെറിയ വീടാണ്. ഈ വീട്ടിൽ വെച്ചുള്ള ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചൂടോട് കൂടി തന്നെ ഞാനത് ഇളക്കിയെടുക്കുകയാണ്. അത് തണുക്കാനൊന്നും ഞാൻ ഇത് വെക്കുന്നില്ല. വേഗം തന്നെ ഇളക്കിയെടുക്കുക. ഇളകി വരുന്നുണ്ടത്. നന്നായി ഇളകി വന്ന് പുറത്തൊക്കെ നല്ല ഒരു കരിഞ്ഞിട്ടും ഒന്നുമില്ല. നല്ല നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതാ നന്നായിട്ടുണ്ട്. അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ കണ്ടോ നല്ല സോഫ്റ്റാണ്. നന്നായിരിക്കുന്നു. നല്ല സോഫ്റ്റാണ്. ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. കേക്കിൻ്റെ മോൾ വശം കണ്ടില്ലേ? നന്നായിരിക്കുന്നു അല്ലേ? ആ കശുവണ്ടി പരിപ്പ് ആ സമയത്ത് ഇട്ടത് കൊണ്ടാണ് അതങ്ങനെ കറക്റ്റായിട്ട് ആ മുകളിൽ തന്നെ നിൽക്കുന്നത്. ഇത് ഞാൻ മുറിക്കുകയാണ്. കണ്ടോ? വളരെ സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല ടേസ്റ്റിയാണ്. ഇപ്പം തന്നെ മുറിച്ചെടുക്കുകയാണ് ചൂടോട് തന്നെ.